നമ്മളിവിടുന്ന് എത്ര ഒരു ഇതും എടുത്തിരിക്കുന്നത് മൊത്തം മീൻ. എന്ത് മീന്? ഞണ്ടോ? ഒരു സുൽത്താൻ ബാസി ഉണ്ട്. ഫിഷ് മാർക്കറ്റിൽ നമ്മൾ ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. ഇവിടെ കൊഞ്ചുണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാത്താണ്. മീനുണ്ട്. ഇനി നമ്മളിവിടുന്ന് മീൻ വാങ്ങിയതിന് ശേഷം ഇത് മുറിക്കണ്ടേ? അതേതാ മീന്? ഒരു 23 റിയാലും കൂടിട്ടോ ഞാൻ തരാം. ഞാനത് അയച്ചു തരട്ടോ. ഞാൻ ഇതെടുക്കുന്നതിനെ കൊണ്ടോ 20. നിങ്ങളെത്ര 20 അല്ലേ? കാടിൻ്റെ നല്ല വിഷയമൊന്ന്. എത്ര? നിങ്ങൾ കുറച്ചില്ല കേട്ടോ. ആകുമ്പോൾ കൊടുക്കാം. അത് പ്രശ്നമല്ല. എൻ്റെ അടുത്ത് ചില്ലറുണ്ട്. ഞാൻ ഇതേതാ ഞണ്ടോ? ഞണ്ടിന് എത്രയാ? 8 റിയാലോ? ഇതാരാ വൃത്തിയാക്ക ഞണ്ട്? നിങ്ങൾ ഉണ്ടാക്കുവോ? എന്നാ നമ്മൾ ഇനി ഇത് വൃത്തിയാക്കാൻ പോകുന്ന സീനാണ് ഗൈസ്. ഇവിടെ എല്ലാതരം മീനുകളും ഉണ്ട്. ഇതെന്തെന്നാ? വേണ്ട വേണ്ട. വേണോ? മുള്ളില്ലാത്ത ഇറച്ചി 500. തോന്നിയ മാസം പറയരുത് ഗൈസ്. ഞാൻ ബ്ലോഗാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതെന്നാ? ഒരു ട്യൂണയും കൂടി വാങ്ങണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ട്യൂണ വാങ്ങാനുള്ള ഞാനൊരു മീൻ മാത്രം വാങ്ങിക്കുന്നുണ്ട്. ഏതായിരുന്നു ഇതിൻ്റെ പേര്? എന്തോ ഒരു പേരുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല ഗൈസ്. അപ്പോൾ നമ്മളിത് ഈ മീൻ മാർക്കറ്റിൻ്റെ ദൃശ്യങ്ങളുമാണ് നിങ്ങൾ കണ്ടോളൂ. ഇത് വളരെ ഭംഗിയായിട്ടുള്ള മീൻ മാർക്കറ്റാണ്. ഇത് നിങ്ങൾ എല്ലാവർക്കും കാണാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുകയാണ്. ഖത്തറിൽ എപ്പോൾ വന്നു കഴിഞ്ഞാലും, എപ്പോൾ ഒന്നുമില്ല 3 മണി വരെ ഉള്ളൂ. 3 മണിക്ക് മുന്നേ എപ്പോൾ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്കിവിടെ ഫിഷ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ കട്ട് ചെയ്യാൻ വേണ്ടി 1 റിയാൽ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് തരുന്നതായിരിക്കും. എല്ലാവരും മലയാളികളാണ് ഇവിടെ ഉള്ള ഗൈസ്. അതുകൊണ്ട് ആർക്കും ഒന്നും പേടിക്കേണ്ട. മലയാളികൾക്ക് ധൈര്യമായിട്ട് കയറി വരാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇന്നത്തെ ഡ്യൂട്ടിയുടെ സമയത്താണ് മീൻ വാങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതാ ഗൈസ് ഇതാ എന്നാ എന്താ ഗൈസ്. ഇനി തൂക്കി നോക്കിയിട്ടാണ് ഇതിൻ്റെ റേറ്റ് അറിയുന്നത്. എന്നാ 5 റിയാലിലുണ്ട്. അവിടെയും വെച്ചോ. ഇവിടെയും വെച്ചോ ഗൈസ്. ഇതല്ല ഇത് നോക്കിയിട്ട് നമ്മൾ ഫുള്ളായിട്ട് നമുക്ക് ഇതിൻ്റെ കിട്ടുന്നത്. അതെ എല്ലാം കൂടി വെച്ചു. സുബേദിയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഗൈസ് നിങ്ങൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ മുറിക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത്. മീൻ മുറിക്കുന്ന രംഗങ്ങൾ കാണിച്ചു കൊടുക്കാൻ ആൾക്കാർക്ക്, എൻ്റെ പ്രേക്ഷകർക്ക്. കണ്ടോ?